നമസ്തേ. ഐശ്വരി പാതിരാത്രി സ്ക്രാബ് കൊണ്ടുവന്ന റൂഫിട്ട് പാർട്ടീഷൻ ചെയ്ത് കടമുറികൾ പുതുതായി ഉണ്ടാക്കി. ഒരു ദിവസത്തേക്ക് 500,000 രൂപ വാടക പിരിച്ചു ജീവിച്ചിരുന്ന പാളയം കണ്ണിമാറ മാർക്കറ്റിലെ ആ മുൻ കരാറുകാരൻ വേറെ ആരുമല്ല, ജോലി കഴിഞ്ഞു മടങ്ങിയ ED ഉദ്യോഗസ്ഥരെയും CRPF സൈനികരെയും ആക്രമിച്ച കേസിലെ പിടികിട്ടാപ്പുള്ളി പാളയം സന്തോഷ്. ഇപ്പോ എങ്ങനെ ഇരിക്കണം? കാലാകാലമായി തിരുവനന്തപുരം കോർപ്പറേഷനിലെ കരാറുകാർ CPM നേതാക്കൾ തന്നെയാണ്. കാട്ടായിക്കോണം വാർഡിൽ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമ്പോഴാണ് മനസ്സിലാവുന്നത്. പല വാർഡുകളിലും അതാത് മുൻ കൗൺസിലറും പാർട്ടി നേതാക്കളും ഒക്കെ തന്നെയാണ് വർഷങ്ങളായി മാറിയും തിരിഞ്ഞും പല കോൺട്രാക്റ്റുകളും എടുത്തിരിക്കുന്നത്. ഇത് തന്നെയാണ് എല്ലായിടത്തും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. 301 കടമുറികൾ ഉണ്ടായിരുന്ന മാർക്കറ്റ് അശാസ്ത്രീയമായി പൊളിച്ചു പണിഞ്ഞിട്ട് കച്ചവടം ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഉപേക്ഷിക്കപ്പെട്ടപ്പോൾ അതേ മാർക്കറ്റിലെ സ്ക്രാബ് ഉപയോഗിച്ച് രായ്ക്ക് രാമായണം 6 കടമുറികൾ കെട്ടിയുണ്ടാക്കി. ആ കടമുറികൾ ദിവസം 500 മുതൽ 1000 രൂപ വരെ നിരക്കിൽ വാടകയ്ക്ക് കൊടുക്കുക. 80 ലക്ഷം രൂപയ്ക്ക് കോർപ്പറേഷന് തന്നെ സ്ക്രാബ് വിറ്റ് കാശാക്കുക. എതിർക്കുന്ന കച്ചവടക്കാരെ മർദ്ദിക്കുക, തൊഴിലാളികളെ മർദ്ദിക്കുക. ഇതൊക്കെ നടക്കുന്നത് നിയമസഭയ്ക്കും സെക്രട്ടേറിയറ്റിനും 500 മീറ്ററിനുള്ളിലുള്ള ഒരു കച്ചവട കേന്ദ്രത്തിലാണ് എന്നുകൂടി മനസ്സിലാക്കണം. നോക്കണം, ഒരു കടമുറിയിൽ നിന്ന് ഒരു മാസം വരുമാനം 10,000 രൂപ മുതൽ 30,000 രൂപ വരെയാണ്. 6 കടയിൽ നിന്നും ഒരു മാസം ഏറ്റവും കുറഞ്ഞത് 1 ലക്ഷം രൂപയെങ്കിലും വരുമാനം കിട്ടും. കൂടാതെ ഒരു ബൾബ് ഇടുന്നതിന് മാസം 500 രൂപ, 2 ബൾബ് ഇടാനാണെങ്കിൽ 1000 രൂപ. പുതിയ കടകൾ കെട്ടിയുണ്ടാക്കാൻ 10,000 മുതൽ മുകളിലേക്ക് വേറെ. ഇതൊക്കെ ഒരു ക്രിമിനലിന് വേണ്ടി അയാൾ ചെയ്തു കൂട്ടുന്നത് മാത്രമാണെന്ന് കരുതുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറ്റിക്കപ്പെടുകയാണ്. പാളയം പോലൊരു മാർക്കറ്റിൽ തുടർച്ചയായി 20 കൊല്ലം കരാർ നേടുക, അതിൽ തന്നെ കഴിഞ്ഞ 4 കൊല്ലമായി ലേലം പോലും ഇല്ലാതെ പാർട്ടി സഖാവിന് കരാർ പുതുക്കി കൊടുക്കുക, അയാൾ ഗുണ്ടാപിരിവ് നടത്തി ജീവിക്കുക എന്നതൊക്കെ CPMന്റെ എക്കോസിസ്റ്റത്തെ ഊട്ടാൻ വേണ്ടിയാണ്. കേരള യൂണിവേഴ്സിറ്റി യൂണിയൻ ഇലക്ഷനുമായി ബന്ധപ്പെട്ടുണ്ടായ ആക്രമണത്തിലും SFIയുടെ പ്രകടനത്തിലും ഈ പാളയം സന്തോഷാണ് പ്രശ്നമുണ്ടാക്കിയത്. തൊട്ടടുത്ത ദിവസമാണ് വീണ വിജയന്റെ വീട്ടിൽ ED റെയ്ഡ് നടക്കുന്നത്. അവിടെയും ആക്രമണം നടത്തിയതിന് നേതൃത്വം കൊടുത്തത് ഇയാളാണ്. അതിനുശേഷം പാളയം ഏരിയ കമ്മിറ്റി ഓഫീസിൽ ഒളിവിലിരുന്ന ഇയാളെ സംരക്ഷിച്ചത് ശിവൻകുട്ടിയും ആനവൂർ നാഗപ്പനും ജോൺ ബ്രിട്ടാസും ഉൾപ്പെടെയുള്ളവരാണ് എന്നോർക്കണം. നിങ്ങളൊന്ന് ആലോചിക്കണം, ഒരു ഭരണസമിതിക്ക് 10,000 കോടി രൂപയുടെ ബഡ്ജറ്റുള്ള കോർപ്പറേഷനാണ് തിരുവനന്തപുരം. അവിടെയാണ് ഈ തീവെട്ടിക്കൊള്ള കാലങ്ങളായി നടക്കുന്നത്. ഇതൊക്കെ ഈ മഞ്ഞുമലയുടെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് മുകളിലുള്ളത്. കാലങ്ങളായി ഇവർ ചെയ്തു കൂട്ടിയ എല്ലാ അഴിമതികളും പുറത്തു കൊണ്ടുവന്ന് ശിക്ഷ മേടിച്ചു കൊടുക്കുകയാണ് കോർപ്പറേഷൻ ഭരണസമിതി ചെയ്യേണ്ടത്.